നമ്മുടെ വീട്ടിലെ ഗിനിപ്പിക്കിന് പോച്ച കുറിക്കാൻ ഇറങ്ങിയതാണ്. നമ്മുടെ കൃഷിസ്ഥലത്താണ് വന്നേക്കുന്നത്. ഫുള്ള് പടവലവും പാവലും ഒക്കെ നട്ടേക്കുമാണ്. ആ പടവലത്തിലൊക്കെ ഒരുപാട് പടവലങ്ങ നിൽപ്പുണ്ട്. പയറൊക്കെ കൂടുതലും മുഞ്ഞ വന്ന് കുറേ അങ്ങ് പോയിട്ടുണ്ട്. ഇനിയും ഇപ്പം മഴ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഞങ്ങൾ പറിക്കും. ഫുള്ളും മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മൊത്തം വെള്ളം കയറും കേട്ടോ. നമ്മുടെ ഗിനിപ്പിക്കിന് കൊടുക്കുന്ന പോച്ച ഇതാണ്. അവർക്ക് കൂടുതൽ ഇഷ്ടമുള്ളൊരു പോച്ചയാണിത്. ഇതിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് ഒരുപാട് അവർക്ക് ഇഷ്ടമാണ്. നമ്മളിത് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് പറിക്കും. പിന്നെ അടിപൊളി കൊതുകുണ്ട് കേട്ടോ. ഞങ്ങൾ പ്രത്യേകം വളർത്തുന്ന കൊതുകുകളാണ്. നമ്മുടെ 1 ലിറ്റർ ചോര വലിച്ചു കുടിക്കുന്ന ടൈപ്പ് കൊതുകുകളാണ്. പ്രത്യേകം ഹൈബ്രിഡായിട്ട് നമ്മൾ വളർത്തിയെടുത്തേക്കുന്ന കൊതുകാണ് ഇവിടെ. അപ്പോൾ ഇതേ നമ്മൾ ഇത്രയും പുല്ല് പറിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഗിനിപ്പിക്കിനോട് കൊടുക്കാം. ഓക്കെ, പണ്ടൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് പിടിക്കാതെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നടന്നു പോകും. പക്ഷെ നമുക്ക് നോക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ, ഇരിക്കുന്നില്ല. നമ്മൾ പറിച്ച പുല്ലിനകത്ത് നിന്ന് കുറച്ച് പുല്ലെടുത്ത് നമ്മൾ ഗിനിപ്പിക്കിന് കൊടുക്കാൻ പോവാണ്. ഇത് എല്ലാവരും ഭയങ്കര ബഹളമാണ് അവിടെ. എന്നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും എന്ത് ആഹാരം കൊടുത്താലും കഴിയും. ഇത് ചെറിയ ക്യാപ്സ്യൂളായിട്ട് താഴെ അതാണ് ഇവരുടെ മെയിൻ ഹോബീസ്. എന്ത് കൊടുത്താലും എപ്പോൾ കൊടുത്താലും കഴിയും കേട്ടോ. നോക്കും, പുല്ല്, ചോറ്, ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇവന്മാരുടെ മെയിൻ ഫുഡ്. ഇത് ഞാൻ 2 എണ്ണത്തിന് മേടിച്ചുകൊണ്ട് വന്നാൽ കായംകുളത്തു നിന്ന്. ഇപ്പം ഒരു 7 എണ്ണം ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കുറേ ഉണ്ടായിരുന്നു. 2-3 എണ്ണമൊക്കെ ചത്തുപോയായിരുന്നു. പിന്നെ ഒരു പേരിനെ ഞാൻ കൊടുത്തായിരുന്നു. അങ്ങനെ ബാലൻസ് ഉള്ള ഇത്രയും പേരാണ്. പിന്നെ ഇവർ പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ സ്വന്തമായിട്ട് തന്നെ നോക്കും. മുയലിൻ്റെ കൂട്ട് തിന്നത്തൊന്നുമില്ല. കുഞ്ഞുങ്ങളെ സ്വന്തമായിട്ട് നോക്കുകയും ചെയ്യും. ഒരു വിത്തിൻ 3 മണിക്കൂറിനകം ഇവർ ആഹാരം കഴിക്കാൻ തുടങ്ങും. അതായത് ഹാർഡായിട്ടുള്ള ഐറ്റംസ് ഇത് കഴിച്ചു തുടങ്ങും ഇതിൻ്റെ കുഞ്ഞുങ്ങൾ. സാധാരണ മുയലിൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയൊക്കെ പാല് കുടിച്ച് അങ്ങനല്ലേ പോകുന്നത്. പക്ഷേ ഇത് പുല്ല് ഒരു 3 മണിക്കൂറിനുള്ളിൽ കഴിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്കിതിനെ പ്രത്യേകം പരിപാലിക്കേണ്ട കാര്യമൊന്നുമില്ല. വായിക്കത്തിൽ പുല്ലിരിക്കുമായിരുന്നു, ഞാൻ വലിച്ചു തിന്നും. കൈ കൊടുത്താലും തിന്നും കണ്ടോ. പക്ഷെ ചെറിയൊരു പേടിയുള്ളതുകൊണ്ടാണ് അവനിപ്പോൾ തിന്നാത്തത്. ഇതിൻ്റെ കണ്ണിനെ ഒരു ചെറിയ ഒരു ഡാമേജ് വന്നായിരുന്നു. എന്നിട്ട് അതിനെ ഞങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ കണ്ണിലൊക്കെ മരുന്നൊക്കെ ഒഴിച്ച് കൊടുത്ത് റെഡിയാക്കി എടുത്താൽ അപ്പോൾ കുഴപ്പമില്ല. അത് ഇതിൻ്റെ ഈ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുമ്പോൾ മറ്റേ നഖം വന്ന് ഇതിൻ്റെ കണ്ണിൽ കൊള്ളുമ്പോൾ കണ്ണിന് സ്ക്രാച്ച് വരുന്നത്. ഇങ്ങനെ പോച്ചയൊക്കെ കൊടുത്തു. ഇനി അടുത്തത് ഇതിനെ കൊണ്ട് നമുക്ക് വെളിയിൽ ഇറക്കണം. ഇതിന് മൂത്രമൊക്കെ ഒഴിക്കണം കേട്ടോ. പിന്നെ വല്ലപ്പോഴേ ഞാനിങ്ങനെ ഇറക്കാറുള്ളൂ. സ്ഥിരമായിട്ട് ഇറക്കുന്ന അച്ഛനും അമ്മയൊക്കെ കേട്ടോ. പിന്നെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര പേടിയാണ്. വണ്ടിയുടെ ടയർ കണ്ടു കഴിഞ്ഞാൽ അതിനവിടെ മൂത്രം വയ്ക്കണം കേട്ടോ. എല്ലാ പട്ടികളും അങ്ങനെയല്ലേ, വണ്ടിയുടെ ടയർ കണ്ടു കഴിഞ്ഞാൽ ടയറെ വന്ന് മണപ്പിച്ചിട്ട് മൂത്രം ഒഴിക്കും. പിന്നെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ആ കമൻറ്റ് സപ്പോർട്ടും ഒക്കെയാണ് നമ്മുടെ മുന്നോട്ട് ചെയ്യാനുള്ള ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നമുക്ക്. ബൈ.